ഹലോ എവരി വൺ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ കൃഷിത്തോട്ടമാണേ. വളരെ ചെറിയൊരു കൃഷിത്തോട്ടം. ഇത് ക്രൈസ്റ്റ് ചർച്ച് ന്യൂസിലൻഡിലാണ് ആക്ച്വലി. ഇതുപോലെ ചെറിയ ബോക്സുകളായിട്ട് ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് അതിൽ നമ്മൾ കൊക്കോപ്പീറ്റും പോട്ടിമിക്സും കോമ്പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിൽ സജ്ജീകരിച്ചെടുത്ത ഒരു കൃഷിത്തോട്ടം. തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ രീതിയിൽ. ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി മുളച്ചപ്പോൾ നമ്മളൊന്ന് കുഴിച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ഇത് ഒനിയനാണ്. ഒനിയനും ഇതുപോലെ തന്നെ ജസ്റ്റ് ഇതുപോലെ തന്നെ മുളച്ചൊന്ന് കുഴിച്ച് വെച്ചതാണ്. ഇത് ബീട്രൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇതും ബീട്രൂട്ട് ഇങ്ങനെ നീളത്തിലിങ്ങനെ വളർന്നു വരുന്നതാണ്. അതിനകത്ത് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും റാഡിഷാണ്. ഈ റാഡിഷ് എന്ന് പറയുന്നത് ഇത് വെള്ള റാഡിഷാണ്. അതിൻ്റെ മുകളിലോട്ട് വളർന്നു വന്നപ്പോൾ ചെത്തിയിട്ട് നമ്മൾ കുഴിച്ച് വെച്ചതാണ്. ഇത് റാഡിഷ് തന്നെ റെഡ് കളറാണ്. ഇതിലിങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് എനിക്കറിയില്ല, ഇതുവരെ വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ താഴെ. പക്ഷേ എന്താ പറയുക, ഞാനിതുവരെ എടുത്തിട്ടില്ല. അടിപൊളിയായിട്ട് ഇതിങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില കൊറിയൻഡർ, അത് നല്ല അത്യാവശ്യം അതിൻ്റെ ഞാൻ വിത്തുകൾ പാകിയതാണ്. ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കോയുടെ വിത്തുകൾ ഞാൻ പാകിയതാണ്. പിന്നെ ആ ചെറുതായിട്ട് നിൽക്കുന്നത് ടൊമാറ്റോ ആണ്. ഇത് നമ്മുടെ നാട്ടിലെ മത്തനാണ്. മത്തൻ ഇതുപോലെ ഇങ്ങനെ കുറേ വന്നിരുന്നു, പക്ഷെ അതിങ്ങനെ പഴുത്ത് പോകുന്നുണ്ട്. ഞാൻ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തിട്ടും അതേപോലെ തന്നെ അങ്ങനെ നിൽക്കുന്നു. ഇത് ലീക്ക് എന്ന് പറയുന്ന ഒരു തരം എന്താ പറയുക സാലഡ് ടൈപ്പാണിത്. ഇത് നമ്മുടെ വഴുതനങ്ങ. ഇതും അത് തന്നെയാണ്. ഇത് ടൊമാറ്റോ ആണ്. ഈ നിൽക്കുന്നതെല്ലാം ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നല്ല രീതിയിൽ വിത്തിട്ടാണ്, അപ്പോൾ അത് നല്ല രീതിയിൽ വന്നു. പിന്നെ ഇത് നമ്മുടെ മിൻറ്റാണ്, നമ്മുടെ പുതിനയിലയാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു കൊറിയൻഡർ ടൈപ്പാണ് അത് ആക്ച്വലി. ഇത് കറിക്കൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നു. അത് എനിക്കൊരു ഫ്രണ്ട് തന്നെയാണ്, ഞാൻ ഇട്ടു. പിന്നെ ഇത് അതുപോലെ തന്നെ ഇതെൻ്റെ സിസ്റ്ററിലോ തന്നെയാണ് ആക്ച്വലി. ഇതും അത് തന്നെ പുള്ളിക്കാരി തന്നെയാണ്. ഇത് നമ്മുടെ ചീരയാണ്, ഒരു തരം ചീരയാണത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മുടെ കുക്കുംബറാണ്. കുക്കുംബർ അത്യാവശ്യം പിടിച്ചു വെച്ചതുപോലെ പഴുത്തിങ്ങനെ നിൽക്കുകയാണ്, എന്തോന്നറിയില്ല, എന്നാലും മുളച്ച് വരുന്നുണ്ട്. ഇനിയാണൊരു സ്പെഷ്യലായിട്ട് കാണിക്കുക. ഇതാണ് സ്ട്രോബെറി. നല്ല അടിപൊളിയല്ലേ സ്ട്രോബെറി? അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. നല്ല ഇതിന്ന് പറിക്കണം, അതിന് മുന്നേ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടം. ആക്ച്വലി ഈ ബോക്സ് ഞങ്ങൾ ബണ്ണിങ്സിൽ പോയി വാങ്ങിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ വുഡ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ചതാണ്, ഞാനും ഡാഡിയോടെ ചേർന്നിട്ട്. ഇതാണ് ഒരു ചെറിയ ഞങ്ങളുടെ കൃഷിത്തോട്ടം.